നമ്മുടെ നോമ്പ് തുറ. ഹലോ ഗൈസ്, നമ്മുടെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ HVACR എംപ്ലോയീസ് അസോസിയേഷൻ്റെ തിരൂരങ്ങാടി താലൂക്ക് സംഘടിപ്പിക്കുന്ന നോമ്പ് തുറ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു നോക്കിയല്ലോ. ഇത് കണ്ട അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോ തമ്പടിച്ചിരിക്കുന്നുണ്ട്. ഓരോരുത്തരും നോമ്പ് തുറക്കാൻ വേണ്ടി എത്തിച്ചേർന്നതാണ്. ഇത് സ്ഥലം തൂവൽ തീരം. അപ്പോൾ ആദ്യം നമ്മുടെ ഈ നോമ്പ് തുറക്കുള്ള ഒരു ചെറിയൊരു കുടിൽ പോലെ നമുക്ക് ലൈറ്റൊക്കെ അലങ്കരിച്ച് കെട്ടുന്ന പണിയാണ് ആദ്യം. പിന്നെ അടിയിൽ കാർപ്പറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് എല്ലാ സെറ്റപ്പാണ് കേട്ടോ. എല്ലാവരും ഓരോന്നൊരു സ്പോൺസർഷിപ്പാണ്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച ഒരു നോമ്പ് തുറയാണ് നമ്മുടെ HVACR എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ചത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിനൊന്നിന് മെച്ചം ഓരോ വ്യക്തികളും അതിൻ്റേതായ രീതിയിൽ അതിനുള്ള പല സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രൂട്ടായാലും അതേപോലെ ജ്യൂസായാലും അതുപോലെ സമൂസ, പിന്നെ കട്ട്ലേറ്റ്. ഒരു നോമ്പ് തുറയ്ക്ക് എന്തൊക്കെ ആവശ്യം വേണം അതിൻ്റെ ഓരോ ഘട്ടങ്ങളും. ഞാൻ ഇന്ന സാധനം ഏറ്റോളാം, അല്ലെങ്കിൽ ഞാൻ ജ്യൂസ് ഏറ്റോളാം, അല്ലെങ്കിൽ ഞാൻ കട്ട്ലേറ്റിൻ്റെ ഇത് ഞാൻ ഏറ്റോളാം, ഈത്തപ്പഴം ഞാൻ ഏറ്റോളാം. ഇങ്ങനെ ഓരോ സാധനം ഓരോ വ്യക്തിയും ഏറ്റിട്ട് അത് സ്പോൺസർഷിപ്പാണ്. ഫുഡിൻ്റെ മന്തി ഞാൻ 2 കിലോ ഞാൻ ഏറ്റോളാം. അങ്ങനെയൊക്കെ വന്നു കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുവന്നത്. അതിന് പുറമെ ക്യാഷായിട്ട് തന്നവരുമുണ്ട്. എല്ലാം കൊണ്ടും നല്ല രീതിക്കാണ് ഇവിടെ നമ്മുടെ നോമ്പ് തുറ ഈ പ്രാവശ്യം. ഞങ്ങൾ ഫസ്റ്റായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. വൻ വിജയമാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയറാണ്. ഉനൈഫാണ് ഫുഡ് അറേഞ്ച് ചെയ്ത്. അവൻ്റെ വീട്ടിൽ വെച്ചാണ് മന്തി സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി മന്തിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഉനൈഫിന് ഒരു 100 മാർക്ക് കൊടുക്കുക എന്നുള്ളൊരു അവകാശമാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത്. ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടും സെറ്റാണ്, കളറാണ്. എല്ലാവരും റെഡി ആയിരിക്കുക കേട്ടോ. കാത്തിരിപ്പാണ്, ബാങ്ക് കൊടുക്കാനുള്ള കാത്തിരിപ്പിലാട്ടോ ഇപ്പോൾ ഈ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ലൈറ്റ് ഇതുവരെ കത്തിയിട്ടില്ല. അതിന് കാരണമുണ്ട്. ലൈറ്റ് അതുപോലെ ജ്യൂസ്, ഈ 2 സാധനം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ബാങ്ക് കൊടുക്കാൻ ആകെ 2-3 മിനിറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാളെ കാത്തിരിക്കണേ. വെള്ളത്തിൻ്റെ കാര്യം, ലൈറ്റ് കത്തിക്കണ രീതി, അതിൻ്റെ ഇൻവേർട്ടർ എത്തിക്കാൻ ഒരാളെ ഏറ്റിട്ടുള്ളത്. അദ്ദേഹം അതാ സാധനം ഏറ്റി വരുന്നുണ്ടാ, ഇൻവേർട്ടറാണ് ആ തലയിൽ വെച്ചിട്ടുണ്ട്. അബ്ദു ഇങ്ങനെ ആ 2-3 മിനിറ്റുള്ളൂ ബാങ്ക് കൊടുക്കാൻ. ആ ടൈമിലാണ് ആ ഇൻവേർട്ടർ തലയിൽ വെച്ച് വരുന്നത്. നമ്മളെ ജ്യൂസ് ഏറ്റ വ്യക്തി തൊട്ട ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഇദ്ദേഹമാണ് അതിൻ്റെയൊക്കെ ആ ക്ലൈമാക്സ് സീനിൽ ഒരാളെ എത്തിപ്പെടുമെന്ന് പറയില്ലേ, അതുപോലെ ആ ഒരു ടൈമിൽ ജ്യൂസും കറണ്ടും എല്ലാം ഓക്കെ. ഇനി ബാങ്കാണ് കൊടുത്താൽ മതി. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടോ, ഞങ്ങളെ നോമ്പൊന്ന് തുറന്നട്ടെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നോമ്പ് തുറക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നല്ല റാത്തായി നിസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് വിളമ്പിയത്. മന്തി ഒരു രക്ഷയുമില്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഒരാൾ ഈ നോമ്പ് തുറന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകും, ഫുഡ് കഴിക്കാൻ നിൽക്കില്ല. അങ്ങനെ ഇരിക്കുക ഫുഡ് കുറച്ച് മതി, സാമ്പിളിന് മതി ഇറങ്ങാൻ വാങ്ങിയ ഒരു വ്യക്തി. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം കുറച്ചും കൂടി കാട്ടിക്കാണി കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലാതെ കുറച്ച് അധികമായിട്ട് അദ്ദേഹം ആ ഫുഡിൻ്റെ നിലവാരം മനസ്സിലാക്കി. അപ്പോൾ അതിനെ പറ്റിയാണ് ഞങ്ങൾ ഫുഡ് ഒരു രക്ഷയില്ല എന്ന് പറയാൻ കാരണം. ഈ നോമ്പ് തുറയിൽ ഹൈലൈറ്റ് ആയത് ജാഫറാക്കാൻ്റെ ആ ഒരു പൊരി, ഒരു മുളക് ബജി പോലുള്ള ഒരു പൊരി, അത് വമ്പ ഹിറ്റായി. അവസാനമാണ് അത് പൊട്ടിച്ചത് മക്കളെ.